ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം, ഞാനൊക്കെ ജൂനിയർ ഡെവലപ്പർ ആയിരുന്ന കാലഘട്ടത്തിൽ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്മെന്റിലോട്ട് എത്തുമായിരുന്ന, അങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്നിപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറയുന്നത്. ഒന്നാമത്തെ കാര്യം ലേണിംഗ് കോഡാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏജ് ഒരു പ്രശ്നമല്ല കോഡിംഗ് പഠിക്കാനായിട്ട്. നിങ്ങൾ 6 വയസ്സുകാരനായിക്കോട്ടെ, 10 വയസ്സുകാരനായിക്കോട്ടെ, 20 ആയിക്കോട്ടെ, 30 ആയിക്കോട്ടെ, 60 ആയിക്കോട്ടെ, കോഡിംഗ് പഠിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. എങ്ങനെ പഠിക്കണം? നിങ്ങൾ ഒരു ലാംഗ്വേജ് തിരഞ്ഞെടുത്ത് പഠിച്ച് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ലാംഗ്വേജ് കൃത്യമായിട്ട് പഠിക്കുക, അതിന്റെ ഡീപ്പർ ലെവലിലോട്ട് കടന്നു പോകാനും ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങളൊരു ജൂനിയർ ഡെവലപ്പറാണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഒരു ലാംഗ്വേജ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അറിയാം. നിങ്ങൾ എല്ലാ ദിവസവും 1 മണിക്കൂർ എന്തിനു വേണ്ടി മാറ്റി വയ്ക്കണം? ഈ ലാംഗ്വേജിനെ കുറിച്ച് റിസർച്ച് ചെയ്യാനും, അതിനകത്തുള്ള ഓരോ കീവേഡിനെ കുറിച്ച് പഠിക്കാനും, അതിനകത്ത് വരുന്ന പാറ്റേൺസിനെ കുറിച്ച് പഠിക്കാനും നിങ്ങൾ ഉപയോഗിക്കണം. നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 മന്ത് സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ Brototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ വന്ന ആളായാലും IT ഫീൽഡിലോട്ട് കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യാം. കോഡ് ചെയ്യാനായിട്ട് നമ്മൾ ഒരിക്കലും ലേറ്റ് ആകരുതെന്നുള്ളതാണ്. ഏത് കോഡ് ചെയ്യാനായിട്ട്? നമ്മളിപ്പോൾ ചെയ്യുന്ന കോഡ് കൃത്യമായിട്ട് പഠിച്ച് അതിൻ്റെതായ രീതിയിൽ ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മളിപ്പോൾ ഒരു സാധനം, ഇപ്പം നിങ്ങൾ പലരും ചെറിയ ലെവലിലൊക്കെ ഒരു ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഓരോ ദിവസവും കുറച്ച് സമയം, നിങ്ങൾ 8 മണിക്കൂർ ജോലി എടുക്കുമ്പോൾ ഒരു 1 മണിക്കൂർ ആ പറയുന്ന ലാംഗ്വേജ് ഒന്നും കൂടി പഠിക്കാനായിട്ട് മാറ്റി വെക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് അഡ്വാൻസ്മെന്റ് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതെങ്ങനെയാണ് ഒരു ജൂനിയർ ഡെവലപ്പറെ സംബന്ധിച്ച് കണക്ഷൻ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇഷ്ടംപോലെ ടൈം ഉണ്ട്. നിങ്ങളൊരു സീനിയർ ഡെവലപ്പർ ആകുമ്പോൾ, ടീം ലീഡ് ആകുമ്പോൾ ഒക്കെ നിങ്ങൾ വിചാരിക്കും അവർക്കൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നു. ഇല്ലല്ല. ടീം ലീഡ് ആകാന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ പ്രൊജക്ട്സ് ഹാൻഡിൽ ചെയ്യാന്നാണ് അതിനർത്ഥം. അതായത് നിങ്ങൾക്ക് ഒരു തരത്തിലും സമയം കിട്ടില്ല. ജൂനിയർ ഡെവലപ്പർ ആയിരിക്കുന്ന സമയത്ത് ബേസിക്കും ഫണ്ടമെന്റൽസും പഠിക്കാൻ കിട്ടുന്ന അത്ര സമയം നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ കിട്ടാൻ പോണില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ള സമയം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുക, ഡെഡിക്കേറ്റ് ചെയ്ത് മാറ്റിവെക്കുക, ഇങ്ങനെയുള്ള അഡ്വാൻസ്മെന്റിന് വേണ്ടിയിട്ട്. ഇനി രണ്ടാമത്തെ കാര്യം, മേക്ക് കണക്ഷൻസ്. നിങ്ങളുടെ ഫെല്ലോ ഡെവലപ്പേഴ്സ് ആയിട്ട് കമ്മ്യൂണിറ്റിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും കോളേജിൽ, വർക്ക് പ്ലേസിൽ, IT പാർക്സ് ആണെങ്കിൽ അവിടെ നിങ്ങളുടെ ഫെല്ലോ ഡെവലപ്പേഴ്സ് നിങ്ങൾക്ക് എവിടെയൊക്കെ കിട്ടുമോ അവരുമായിട്ടൊക്കെ നല്ല കണക്ഷൻസ് ഉണ്ടാക്കുക. കാരണം നിങ്ങൾ എപ്പോഴും ഇഷ്യൂസിൽ പോയിപ്പെടും. ഇഷ്യൂസ് മീൻസ് ബഗ്സിൽ പോയിപ്പെടും. നിങ്ങൾക്ക് ബ്ലോക്കേഴ്സ് സംഭവിക്കും. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഒരുപാട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഒരു പക്ഷേ ഈ സെയിം ഇഷ്യൂ 1000 തവണ ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്ടംപോലെ ഡെവലപ്പേഴ്സ്, ഒരു 10,000 പേര് നമുക്ക് ചുറ്റുണ്ടാവും. അപ്പോൾ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സൊല്യൂഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എപ്പോഴും സ്ട്രോങ് ആക്കി നിർത്തേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. ഓക്കെ, നമ്മളിപ്പോൾ ആദ്യത്തെ പറഞ്ഞു, കുറേ നമ്മൾ പഠിക്കേണ്ട കാര്യത്തെ, സമയം ഡെഡിക്കേറ്റ് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, അതേപോലെ കണക്ഷൻസ് ഉണ്ടാക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം, കീപ് ഇറ്റ് സിമ്പിൾ. നമ്മൾ ജൂനിയർ ഡെവലപ്പറാണ്, ഭയങ്കരമായിട്ട് അങ്ങോട്ട് കയറി, ഞാൻ നേരത്തെ പഠിക്കാൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് നിങ്ങൾ വല്ലാതെ സബ്ജക്റ്റുകൾ, ഡിഫറെൻറ്റ് ലാംഗ്വേജസ്, ഇതിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ ഫണ്ടമെന്റൽസ് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ സിൻടാക്സും സെമാൻറ്റിക്സ് ഒക്കെ നോക്കുക, അതിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഡിസൈൻ പാറ്റേൺസിലോട്ടൊക്കെ പതുക്കെ കിടക്കുക. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യത്തെ ഒന്ന് ഡീപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യാന്നാണ് ഉദ്ദേശിച്ചത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓടുന്നതിന് മുമ്പ് നടക്കാൻ പഠിക്കുക. ഇനി നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ പഠിച്ചുകൊണ്ട് ഫണ്ടമെന്റൽസ് ഒക്കെ നോക്കി അതിൻ്റെ ഡീപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളിപ്പോൾ പല പ്രോഗ്രാംസും ഗിറ്റ്ഹബിൽ നിന്നൊക്കെ എടുക്കുക, മനസ്സിലായില്ലേ? കുറച്ച് നല്ല പ്രോഗ്രാംസ് ഒക്കെ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഡിഫറെൻറ്റ് വാരിയബിൾസ്, അതിൻ്റെ മെത്തേഡ്സ്, ആ മെത്തേഡ്സ് എന്താണ് ചെയ്യുന്നത്, ചില ക്ലാസ്, ആ ക്ലാസ്സിൽ ആ പ്രോഗ്രാമിലുള്ള അതിൻ്റെ ഡ്യൂട്ടി എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. അങ്ങനെയാണ് കോഡിങ് പഠിക്കാൻ പറ്റുക. അപ്പോൾ നല്ല സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഗിറ്റ്ഹബ്സ് ഒക്കെ എടുത്തിട്ട്, അവരുടെ പ്രൊജക്റ്റൊക്കെ എടുത്തിട്ട്, അവരുടെ ഒരു പാറ്റേൺ, അവരുടെ തോട്ട് പ്രോസസ്സ്, അവർ ചെയ്തേക്കുന്ന സ്റ്റെപ്സ്, അതൊക്കെ ഇമിറ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. അത് പഠിച്ച ശേഷം, മനസ്സിലാക്കി പഠിച്ച ശേഷം, വെറുതെ കോപ്പി പേസ്റ്റ് അല്ല ചെയ്യേണ്ടത്. ആ ഒരു പ്രത്യേക വാരിയബിൾ, അത് കൊടുത്തിരിക്കുന്ന നെയിമിംഗ് കൺവെൻഷൻ എങ്ങനെയാണ്, ആ ഫംഗ്ഷൻ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആ ഫംഗ്ഷൻ എന്താണ് അവിടെ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് അതിൻ്റെ ആ ഒരു യുണീക്നെസ് കണ്ടുപിടിക്കുക.
അത് നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. നമ്മൾ കീപ്പ് ഇറ്റ് സിമ്പിൾ എന്ന് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളെല്ലാം കൂടി ചാടി പിടിക്കരുതെന്ന്. അതന്നെ വീണ്ടും സ്പെസിഫൈ ചെയ്ത് പറയാനുള്ളത്. കാരണം ജൂനിയർ ഡെവലപ്പേഴ്സ് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു തെറ്റാണത്. എല്ലാം കൂടി നിങ്ങൾ നോക്കരുത്, എല്ലാം കൂടി ട്രൈ ചെയ്യരുത്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് അതിൽ തന്നെ ഞാനൊരു ടിപ്പ് തരാം. നിങ്ങൾക്ക് ഒരു ലാംഗ്വേജ് കുറച്ചും കൂടി യൂസബിൾ ആണ്. ഇപ്പോൾ 4 പേരുടെ അടുത്തൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഫെല്ലോ ഡെവലപ്പർ കമ്മ്യൂണിറ്റി, മറ്റുള്ള ഡെവലപ്പേഴ്സ്, അപ്പോൾ ഇവരോടൊക്കെ സംസാരിക്കാൻ നമ്മളെ തടയുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേടിയാണ്. നമ്മൾ പറയുന്നത് ശരിയാണോ, നമ്മൾ പറയുന്ന സാധനങ്ങൾ അവർക്ക് മനസ്സിലാവോ എന്നൊക്കെ പേടിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, പ്രോഗ്രാമിംഗ് ജാർഗൺസ് ഉണ്ട്, കുറേ വാക്കുകളുണ്ട്, സ്പെസിഫിക് വാക്കുകളുണ്ട്. ഇപ്പോൾ API, ബാക്ക് എൻഡ്, CI/CD, കണ്ടിന്യൂസ് ഇൻറ്റഗ്രേഷൻ, കണ്ടിന്യൂസ് ഡെവലപ്മെന്റ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഇതൊക്കെ എന്താണ്? അതായത് നിങ്ങൾ വെറുതെ സെർച്ച് ചെയ്താൽ മതി. പ്രോഗ്രാമിംഗ് ജാർഗൺസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബ്ലോഗ്സ് വരും, യൂട്യൂബിൽ വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നോക്കിയ ശേഷം എന്താണ് ഈ വാക്കുകൾ എന്ന് പഠിക്കുക. അപ്പോൾ ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു കാര്യം. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, നമ്മൾ പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു നഗ്ന സത്യം നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കുക. ഒരു പ്രോഗ്രാമറുടെ ജീവിതം കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. അത് നിങ്ങൾ അങ്ങോട്ട് എംബ്രേസ് ചെയ്യുക. കണ്ടിന്യൂസ് ലേണിംഗ് ആണ് ഒരു പ്രോഗ്രാമറുടെ ജീവിതം. അത് മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുക. അപ്പോൾ കണ്ടിന്യൂസ് ലേണിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നിങ്ങളിപ്പോൾ ജോബൊന്നും ഇല്ല, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളത് പാഷനേറ്റ് ആണ്, പ്രോഗ്രാമിങ്ങിലോട്ട് വരണമെന്ന് ആഗ്രഹിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എപ്പോഴും മനസ്സിൽ ആ ഒരു തീ കെട്ടുപോകാതിരിക്കാനായിട്ട് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ ചുറ്റുപാടുള്ളത് എപ്പോഴും നല്ലതാണ്. ഇനി നിങ്ങൾ ഈ ഡോക്യുമെന്റ് കേട്ടിട്ടുണ്ടോ? കേട്ട് കാണും. അതായത് എല്ലാ പ്രോഗ്രാമിനും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രെയിം വർക്കുകൾക്ക്, ലൈബ്രറികൾക്കൊക്കെ ഡോക്യുമെന്റേഷൻ ഉണ്ട്. ഇപ്പോൾ സ്വിഫ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ സ്വിഫ്റ്റിന്റെ ഒരു ഒറിജിനൽ ഡോക്യുമെന്റേഷൻ ഉണ്ടാവും. കോട്ട്ലിൻ ആണെങ്കിൽ കോട്ട്ലിൻ ഉണ്ടാവും. എല്ലാ ലാംഗ്വേജുകൾക്കും ഡോക്യുമെന്റേഷൻ ഉണ്ടാവും. അതേപോലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രെയിം വർക്കുകൾക്ക്, ഇപ്പോൾ സ്പ്രിംഗ് ബൂട്ട് ഒക്കെ ആണെങ്കിൽ അതിനൊക്കെ ഡോക്യുമെന്റേഷൻ ഉണ്ട്. ഈ ഡോക്യുമെന്റേഷൻ നമ്മൾ വായിച്ചിരിക്കണം. പലപ്പോഴും നമ്മൾ ചെയ്യാത്തൊരു പരിപാടിയാണ് ഈ ഡോക്യുമെന്റേഷൻ വായിക്കില്ല. എന്നിട്ട് വെറുതെ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് അന്വേഷിച്ച് നടക്കും. പക്ഷേ നമ്മൾ ചെയ്യുന്ന കോഡ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ആ മെത്തേഡിൻ്റെ അകത്തോട്ട് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ്, പാരാമീറ്റേഴ്സ്, ആർഗ്യുമെന്റ്സ്, ഈ സാധനങ്ങളെല്ലാം എങ്ങനെയാണ് പാസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഇപ്പോൾ ഒരു ക്ലാസിൻ്റെ ഫംഗ്ഷൻ എന്താണ്, അതെന്താണ് അവിടെ ചെയ്യുന്നതിന്, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻ കമൻറ്റ് രൂപത്തിൽ അവിടെ ഉണ്ടാവും. അത് കൂടാതെ ടെക്സ്റ്റ് ഡോക്യുമെന്റുകൾ വേറെയുണ്ട്. അപ്പോൾ ഇതൊക്കെ കയറി നോക്കുക, ഇതൊക്കെ വായിക്കുക, ഇത് ഓരോന്നും എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ മനസ്സിലാക്കുക. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും നിങ്ങൾ ചെയ്തിരിക്കണം. ഓക്കെ, ഇത്ര നേരം നമ്മൾ പറഞ്ഞത് കോഡിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. ഇനി നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാം. നിങ്ങളിപ്പോൾ കോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ജൂനിയർ ഡെവലപ്പർ ആണല്ലോ. നിങ്ങൾ കോഡ് റീഫാക്ടർ ചെയ്യാറുണ്ടോ? അതായത് ഒരിക്കൽ നിങ്ങൾ ചെയ്ത കോഡ് ഒന്നും കൂടി കയറി നോക്കിയിട്ട് അത് ഒന്നും കൂടി ഭംഗിയാക്കാൻ ശ്രമിക്കാറുണ്ടോ? കുറച്ചും കൂടി എഫിഷ്യന്റ് ആക്കാൻ ശ്രമിക്കാറുണ്ടോ? സാധ്യതയില്ല. അത് ചെയ്യണം. നമ്മൾ ചെയ്ത കോഡ് ഓക്കെ, സക്സസ്, റിസൾട്ട് ഓക്കെയാണ്, ഔട്ട്പുട്ട് കിട്ടി എന്ന് ആഹ്ലാദം വരും. ഒരു കോഡറായുള്ള ഗുണം അതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ സന്തോഷം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ സന്തോഷം ഓക്കെ, യു ക്യാൻ എൻജോയ് ദാറ്റ്. ബട്ട് അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി പോയിട്ട് ഇത് കുറച്ചും കൂടി ഭംഗിയാക്കാൻ എങ്ങനെ പറ്റും, കുറച്ചും കൂടി എഫിഷ്യന്റ് ആക്കാൻ എങ്ങനെ പറ്റും, അതിനെന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഇതൊക്കെ ഞാൻ വീണ്ടും പറയാണ്, ജൂനിയർ ഡെവലപ്പർ ആയിരിക്കുമ്പോഴേ പറ്റുള്ളൂ. സീനിയർ ആയാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പണി വേറെ ഉണ്ട്. അപ്പോൾ ഈ റീഫാക്ടറിങ് കോഡ് എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് സ്പഗറ്റി കോഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതൊരു വൃത്തികെട്ട കോഡുകൾ, വെറുതെ ഫംഗ്ഷൻ ഓക്കെയാണ്, അത് സക്സസ് ആയിട്ട് കിട്ടും. പക്ഷേ അത് മൊത്തത്തിൽ ആകെ അലമ്പായിരിക്കും. അതിൽ ഒരു എഫിഷ്യൻസി ഉണ്ടാവില്ല, മെമ്മറി യൂട്ടിലൈസ് ചെയ്തേക്കുന്നതൊക്കെ മോശമായിട്ടായിരിക്കും. അങ്ങനെയുള്ള സ്പഗറ്റി കോഡുകൾ കണ്ടുപിടിക്കുന്നതിനും അത് കുറച്ചും കൂടി നന്നാക്കുന്നതിനും വേണ്ടി ഉള്ളൊരു മെത്തഡോളജി തന്നെയാണ് ഈ റീഫാക്ടറിംഗ് ദ കോഡ് എന്ന് പറയുന്നത്. പല നല്ല ഓർഗനൈസേഷൻസും ഒരു ഇത് കഴിഞ്ഞ ശേഷം ഈ റീഫാക്ടറിങ്ങിന് വേണ്ടി തന്നെ സമയം കൊടുക്കാറുണ്ട് വീണ്ടും ഇത് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഞാനത് വരുന്നുണ്ട്, കോഡ് റിവ്യൂ എന്ന് പറയുന്നൊരു സംവിധാനത്തിൽ ഞാനത് പറഞ്ഞുതരാം. അടുത്തത് നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യമായിരിക്കും, എന്നാലും ഞാൻ പറയാണ്, നമ്മളുടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ ഗൂഗിളാണ്, സ്റ്റാക്ക് ഓവർഫ്ലോ ആണ്. അത് കഴിഞ്ഞിട്ടേ ആരുള്ളൂ. ഇപ്പോൾ ഒരു അനിയനും കൂടി വന്നിട്ടുണ്ട്, ChatGPT. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സംശയങ്ങൾ കൃത്യമായിട്ട് നിവാരണമൊക്കെ ചെയ്ത് അത് ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ ആൻസർ നോക്കി 2-3 ബ്ലോഗൊക്കെ വായിച്ച് കൺഫേം ചെയ്ത് പോകുക. നിങ്ങളിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ സ്റ്റെപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഇവിടെ നിങ്ങൾക്ക് സംശയം തീർത്ത് പോകാനുള്ളൊരു ടൂളാണ് ഞാനീ പറഞ്ഞത്. ഇനി നമ്മൾ പലപ്പോഴും സ്റ്റക്കായി പോകുന്ന കാര്യമാണ്, നമ്മൾ കഷ്ടപ്പെട്ട് കോഡിങ് പഠിക്കും, എന്നിട്ട് ഒരു കമ്പനിയിൽ ജോലിക്ക് കയറും. ചിലരുടേത് ശരിയാവും, ചിലരുടേത് ശരിയാവില്ല. എന്താ വെച്ചാൽ ചിലപ്പോൾ ആ കമ്പനി നമുക്ക് തന്നിരിക്കുന്ന ജോബ് റിപ്പീറ്റഡ് ജോബായിരിക്കും. വലിയ ബുദ്ധിയൊന്നും ഉപയോഗിക്കേണ്ടി വരില്ല, വലിയ ചലഞ്ചൊന്നുമില്ല, ശമ്പളമൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മടി പിടിക്കും. ഓക്കെ, നമ്മൾ അങ്ങനെ ചെയ്തു പോകും. പക്ഷേ
നമ്മളുടെ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോഗ്രാമിംഗ് ജോബിലാണ് നിങ്ങൾ വന്ന് പെട്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് വലിയ ചലഞ്ചൊന്നും ഇല്ല, നിങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും പഠിക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണെങ്കിൽ, അപ്പോൾ എന്ത് ചെയ്യണം? പാരലലി നിങ്ങളൊരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യണം. നിങ്ങളുടെ സ്വന്തമായിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഒരു പ്രൊജക്റ്റ്, ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ചൂസ് ചെയ്ത് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ പാരലലായിട്ട് ഒരു സൈഡ് പ്രൊജക്റ്റ് നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നത് ഇറ്റ്സ് ഗുഡ്. ഞാൻ ഉദ്ദേശിച്ചത് ഫ്രീലാൻസ് പോകുക എന്നുള്ളതല്ല, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ ലേണിംഗ് പർപ്പസിന് വേണ്ടി ഒരു സൈഡ് പ്രൊജക്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, കോഡ് റിവ്യൂ. കോഡ് റിവ്യൂ നിങ്ങൾ ചെയ്യാറുണ്ടോ? എന്താണ് കോഡ് റിവ്യൂ? നല്ല ഓർഗനൈസേഷൻസിൽ എപ്പോഴും കോഡ് റിവ്യൂസ് ഉണ്ടാവും. ഒരു പ്രോഗ്രാമർ ചെയ്ത കോഡ് വേറൊരു പ്രോഗ്രാമർ നോക്കി റിവ്യൂ ചെയ്ത് വെരിഫൈ ചെയ്യുന്നതിനാണ് ഈ പറയുന്ന കോഡ് റിവ്യൂ എന്ന് പറയുന്നത്. അതായത് അത് കുറച്ചും കൂടി ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുമോ, ആ ചെയ്തിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി നല്ല രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി രണ്ടുപേരും അത് അങ്ങനെ എന്തെങ്കിലും കണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പരീക്ഷ ഒന്നല്ല കേട്ടോ, അല്ലെങ്കിൽ അവൻ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യലൊന്നല്ല. അത് ഒരു തെറ്റിദ്ധാരണയാണ്, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. കോഡ് റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരാൾ ഉപയോഗിച്ചിരിക്കുന്ന മെത്തഡോളജി ആയിരിക്കില്ല വേറൊരാൾ ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ അവന് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു രീതി അറിയാമായിരിക്കും, അത് ചിലപ്പോൾ മിസ് ഔട്ടായി പോയതായിരിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്നതിനും അത് വെരിഫൈ ചെയ്ത് പോകുന്നതിനും, പിന്നെ ഈ ക്രിയേറ്റീവ് പീപ്പിളുടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഡിസൈനേഴ്സ് എപ്പോഴും സ്പെല്ലിങ് തെറ്റിക്കും. കല്യാണക്കുറിയിൽ സ്പെല്ലിങ് തെറ്റിക്കുന്ന ഡിസൈനേഴ്സ് ഉണ്ട്, അതങ്ങനെയാണ്. അപ്പോൾ അതേപോലെയാണ് കോഡേഴ്സിൻ്റെ കാര്യവും, നമ്മളും തെറ്റിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റില്ല, എത്ര നോക്കിയാലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ പിടിക്കുന്നത് ഈ കോഡ് റിവ്യൂലാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ വിട്ടുപോകും, അതങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കോഡ് റിവ്യൂ എന്ന് പറയുന്ന സംവിധാനം ഉള്ളത്. അപ്പോൾ കോഡ് റിവ്യൂ നിങ്ങൾ എന്തായാലും ചെയ്യണം. നിങ്ങളുടെ ഓർഗനൈസേഷൻസിൽ കോഡ് റിവ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് അവിടെ നിങ്ങളുടെ ടീം ലീഡിനോടും പ്രൊജക്ട് മാനേജറോടൊക്കെ പറഞ്ഞ് അത് വേണമെന്ന് പറയാൻ പറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ 2 ഡെവലപ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് റിവ്യൂ ചെയ്ത് പോകണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്വാൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കോഡ് റിവ്യൂ ചെയ്യുമ്പോൾ എന്ത് നോക്കണം എന്നൊരു ധാരണ നിങ്ങൾക്ക് വേണമല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് വേണം? അഡ്വാൻസ്ഡ് ടോപ്പിക്സ് പഠിച്ചുകൊണ്ടിരിക്കണം. നേരത്തെ പറഞ്ഞ സംഭവമാണ്, പഠിച്ചുകൊണ്ടിരിക്കണം. എന്തൊക്കെ പഠിക്കണം? നിങ്ങളിപ്പോൾ ജൂനിയർ ലെവലിൽ നിൽക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ കോഡിൻ്റെ ഫണ്ടമെന്റൽസും കാര്യങ്ങളൊക്കെ പഠിച്ചു, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച് പഠിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കുക, കുറച്ച് അൽഗോരിതം ഒക്കെ പഠിക്കുക, ഡിസൈൻ പാറ്റേൺസ് ഒക്കെ പഠിക്കുക. ഇതൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന കോഡിനെ റീഫാക്ടർ ചെയ്ത് കുറച്ചുകൂടി നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുമോ നോക്കുക. നിങ്ങളുടെ കൂട്ടുകാരൻ ചെയ്തു തന്നിരിക്കുന്ന കോഡിനകത്ത് ഒരു ഡിസൈൻ പാറ്റേൺ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അങ്ങനെ കഴിയുന്ന ലെവലിലോട്ട് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതാണ് പ്രോഗ്രാമിംഗ്. അവിടെയാണ് നമുക്കൊരു കൂടുതൽ സന്തോഷം കിട്ടുക. ഒരു ചെയ്ത കോഡിനെ, നമ്മൾ ചെയ്ത കോഡായിക്കോട്ടെ വേറെ ആൾ ചെയ്ത കോഡായിക്കോട്ടെ, അതിനെ കുറച്ചും കൂടി ഒപ്റ്റിമൈസ് ചെയ്തിട്ട് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് മെമ്മറി യൂട്ടിലൈസേഷനൊക്കെ നന്നായിട്ട് ചെയ്യുന്ന നല്ല കോഡുകൾ കൂടുതൽ എഴുതാനായിട്ട് അങ്ങനെയൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഈ കൂടുതൽ ലേൺ ചെയ്യുന്നത്, ഈ റിവ്യൂ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഫോളോ ചെയ്യണം. അപ്പോൾ കൂടുതൽ പഠിക്കുക, കൂടുതൽ പ്രോഗ്രാം ചെയ്യുക. അവസാനമായിട്ടൊരു സാധനം കൂടി പറഞ്ഞു തരാനുണ്ട്. എനിക്ക് പേഴ്സണലി അത് വളരെയധികം ഹെൽപ്പായിട്ടുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരാൾ വേണം. ആരാണ് അവൻ? കൂട്ടുകാരൻ. ഒരു ക്രേസി കൂട്ടുകാരൻ, ഒരു കോഡിങ് എന്താ പറയുക, ഒരു പ്രാന്തൻ. അവൻ്റെ ചിന്തയിൽ മുഴുവൻ സമയവും ഈ കോഡിങ്ങും ഈ ഡിസൈൻ പാറ്റേണും ഗൂഗിൾ ഇറക്കുന്ന പുതിയ പുതിയ ട്രെൻഡും. ആ സാധനം ഗൂഗിൾ ഇറക്കിയാൽ, ഏത് ബീറ്റ വേർഷനിലിരിക്കുന്ന ഒരു സാധനം ഗൂഗിൾ ഇറക്കി കഴിഞ്ഞാൽ അത് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നമ്മുടെ കോഡിൽ ഇടാനായിട്ട് ചലഞ്ച് എടുക്കുന്ന ടൈപ്പിലുള്ള ഒരു ഭ്രാന്തൻ കൂട്ടുകാരനും കൂടി നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റാണ്, ഒന്നും നോക്കണ്ട.